ഇല്ലേ? സീരിയൽ കാണുമ്പോൾ ഏകാഗ്രത ഇല്ല, വള്ളി പുള്ളി വിടാതെ ഓർത്തു വെക്കിട്ട് ചെല്ലില്ല. എവിടുന്ന് കിട്ടി ഇത്ര ഏകാഗ്രത? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഏതിൽ താല്പര്യമുണ്ടോ അതിൽ നല്ലോണം ഏകാഗ്രത ഉണ്ട്. ഏതിൽ താല്പര്യമില്ലേ അതിൽ ഏകാഗ്രത ഇല്ലേ. ശരിയാണോ? അപ്പൊ നാമം ചൊല്ലുമ്പോ ഏകാഗ്രത ഇല്ലെങ്കിൽ അതിനർത്ഥം അത്രയൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ പറയല്ല സ്വാമി, ഞാൻ ദൈവത്തിനോട് വളരെ അടുത്ത ആളാണ്. എത്ര അടുത്ത ആളാണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കില്ല. അപ്പോ ഇതാണ് സത്യം. അപ്പോ നമ്മളതിൽ തെറ്റ് കാണണ്ട. ശരിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഏകാഗ്രത ഇല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ വിഷയം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് കാരണം നമ്മൾ അതിന്റെ പിന്നിലുള്ള തത്വങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകാഗ്രത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതിലേക്ക് ജനിപ്പിക്കാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും. ഒരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കും. അത് നിരന്തരം കേട്ട് 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 കഴിഞ്ഞാൽ അതിനോടൊരു ഇൻട്രസ്റ്റ് വരും. നോക്കൂ, നിങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഭജന് താല്പര്യമില്ല, അല്ലെങ്കിൽ പാട്ടിനോട് താല്പര്യം. പക്ഷെ ദിവസവും നിങ്ങൾ പാട്ട് കേട്ട് കുറെ കഴിഞ്ഞാൽ അതിനോടൊരു താല്പര്യം സ്വാഭാവികമായിട്ട് വരും. അതൊരു അതിപരിചയം വരും, എന്നൊക്കെ ഒരു താല്പര്യം ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ ഒരു താല്പര്യം ജനറേറ്റ് ചെയ്യപ്പെടും. ഉണ്ടോ ഇല്ലയോ? അത് സ്വാഭാവികം. അതുപോലെ നമ്മൾ ഈ സത്സംഗത്തിനും അങ്ങനെ ഒരു മഹത്വമുണ്ട്. കേൾക്കും തോറും നമ്മൾ അതിന്റെ താത്വിക വശം മനസ്സിലാക്കും തോറും ഇൻട്രസ്റ്റ് വരും. ഒരിക്കൽ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകാഗ്രത ഉറപ്പായി. അപ്പൊ ആ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഉപാസനയുടെ ആവശ്യമുണ്ട്. ആ ഉപാസന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രൂപത്തെ പിടിക്കലാണത്. അപ്പൊ അതിന്റെ നാമം ചൊല്ലല്, കീർത്തനങ്ങൾ ചൊല്ലല്, അതുപോലെ തന്നെ നമ്മൾ പൂജകൾ ചെയ്യല്. ഈ പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതും നാമം ചൊല്ലുന്നതും അലങ്കരിപ്പിക്കുന്നതും ഒക്കെ വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിലേക്കൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാനല്ല, നമ്മുടെ മനസ്സിനെ അതിലേക്ക് ഫോക്കസ് ചെയ്യലാണത്. അതിനാണ് ഭഗവാനെ അലങ്കരിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതോറും മനസ്സതിൽ ഏകാഗ്രപ്പെടില്ലേ? ഉണ്ടോ ഇല്ലയോ? നോക്കൂ, അതിനാണ് ഹിന്ദു സംസ്കാരത്തിൽ ഇങ്ങനെയൊക്കെ ലാവിഷായിട്ട് പൂജകളൊക്കെ. നമുക്കറിയാം ഒരു കല്ലിന്റെ മുകളിൽ ഇത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്, കുറെ പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ധാരാളം ആഭരണങ്ങളും കിരീടവും പൂക്കളും ഇതൊക്കെ വെക്കുന്തോറും നമ്മുടെ മനസ്സ് അതിലേക്ക് അങ്ങോട്ട് ക്രമേണ ക്രമേണ ആകർഷിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എളുപ്പമാണ്. ആദ്യം ഉപാസന ഉറച്ചവർക്ക് ധ്യാനത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 കാര്യങ്ങൾ നമ്മുടെ വേദത്തിൽ പറയും: കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ധ്യാനകാന്ഡം, ജ്ഞാനകാന്ഡം. ആദ്യം കർമ്മം, പിന്നീട് ഉപാസന, പിന്നീട് ജ്ഞാനം. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബകാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കർമ്മത്തിൽ പെട്ടതാണ്. വീട് നോക്കുന്നുണ്ട്. കർമ്മത്തിനുള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നമ്മൾ കർമ്മം ചെയ്യുന്തോറും ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്നോ അവരോടൊക്കെ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ കുട്ടികളെ നിങ്ങൾ നോക്കുന്തോറും കുട്ടികളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ഭർത്താവിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, വീട്ടുകാരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ജോലിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഉണ്ടോ? അതിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ സസ്പെൻഡ് ചെയ്യുകയോ പറഞ്ഞയക്കുകയോ ചെയ്താൽ മാനസികമായിട്ട് തളരില്ലേ? അല്ലെങ്കിൽ ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാനസികമായിട്ട് തളരും. ഒരാള് അദ്ദേഹം വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ബാങ്ക് ഓഫീസറാണ്. ഒരു ദിവസം അദ്ദേഹം കാറ് കൊണ്ട് ഡ്രൈവ് ചെയ്യാണ്, മാനേജറാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ് ആയി കൈ മുറിച്ചു കളയേണ്ടി വന്നു. അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാകുന്ന ഒരു മെന്റൽ ഷോക്ക് ഉണ്ടല്ലോ, ഞാൻ പേഴ്സണലായി കണ്ടൊരു എക്സ്പീരിയൻസ് കണ്ടത് പറയാണ്. ആലോചിച്ചൊക്കെ അത്ര ഇൻവോൾവ് ആയിട്ടുള്ള ഒരാള്, വളരെ സിൻസിയർ ആയിട്ടുള്ള ആള്, കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല ബിഹേവ് ചെയ്യുന്ന ഒരാള്, പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ കൈ പോവുക പറഞ്ഞാൽ അയാളുടെ ജീവിതം തന്നെ പോയില്ലേ? ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് അയാൾ മാനേജർ പോസ്റ്റ് നിന്ന് മാറേണ്ട അവസ്ഥ. പിന്നെ അയാൾ റിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ആളുകളെ കാണാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്ര അതിലൊരു അറ്റാച്ച്മെന്റ് വന്നു നമുക്ക്. അവിടെയാണ് ഋഷീശ്വരന്മാർ പറയുന്നത്, ഇതിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം മനസ്സിനെ. അവിടെ നമ്മൾ ഏത് കൊണ്ടുവരണം? ഉപാസന. അപ്പൊ നമ്മുടെ അറ്റാച്ച്മെന്റ് അതിൽ നിന്നൊക്കെ മാറി അതിലേക്ക് വരും, ഈശ്വരനിലേക്ക് വരും. അപ്പോൾ ഈ ഈശ്വരനിലേക്ക് എത്തിയില്ലേ നമ്മൾ? തൽക്കാലം ഈശ്വരന്റെ ഒരു രൂപം. അപ്പം രൂപ ഉപാസന ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് രൂപത്തോടുകൂടിയ ഉപാസനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, പലതിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നെല്ലാം വേർതിരിച്ചു കൊണ്ടുവരാനുള്ള എളുപ്പകരമായൊരു മാർഗമാണ് ഇത്. ഇതൊക്കെ സയന്റിഫിക് അല്ലേ? ആണോ അല്ലേ? നോക്കൂ, നിങ്ങളെ ഋഷിയുടെ ഭാവനയൊക്കെ എത്ര ഉണ്ട് നോക്കൂ. അപ്പൊ ആദ്യം കർമ്മം, അത് കഴിഞ്ഞാൽ ഉപാസന. അങ്ങനെ ഉപാസന ചെയ്യും തോറും നമുക്ക് പലതിലുമുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞ് ആരിലേക്ക് അറ്റാച്ച്മെന്റ് വന്നു? ഈശ്വരനിലേക്ക്.
ഇനി അവിടെ വെച്ച് നമ്മൾ ശാസ്ത്രീയമായ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങളും പൂജകളും ഒക്കെ മനസ്സാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി നമ്മൾ തിരിച്ചറിഞ്ഞോളം മനസ്സിന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം മനസ്സ് ഈ ശരീരത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആണോ അല്ലയോ? മനസ്സ് ശരീരത്തിലില്ലെങ്കിൽ മരിച്ചൊരു ഡെഡ് ബോഡിക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കണം, ആരാണ് മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത്? ഹൂ ഈസ് ദാറ്റ് റെസ്പോൺസിബിൾ ബൈ വിച്ച് ദ മൈൻഡ് എക്സിസ്റ്റ് ഇൻ ദിസ് ബോഡി? അപ്പൊ നമ്മൾ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സ് ഈ ശരീരത്തിൽ നിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെങ്കിൽ, ഇനി ഈ മനസ്സ് അതിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ മനസ്സിനെ ആരിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്? അപ്പോഴാണ് നമുക്ക് ഈശ്വര അനുഭൂതി ഉണ്ടാകുന്നത്. ആ അനുഭൂതി കിട്ടുന്ന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെ പലതിലും അറ്റാച്ച്മെന്റ് വരുന്നു, ഉപാസനയിലൂടെ ആ അറ്റാച്ച്മെന്റ് എടുത്ത് മാറ്റി നമ്മൾ ഈശ്വരനിലേക്ക് ഈശ്വരൻ എത്തിയിട്ടില്ല എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് നമ്മൾ ധ്യാനത്തിലൂടെ ഈശ്വരനെ കാണുകയല്ല ചെയ്യുന്നത്, ഈശ്വരനെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു പിക്ചർ, ഈ ഒരു ചിത്രം നമ്മുടെ ഋഷീശ്വരന്മാര് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. രാമായണത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ദശരഥ മഹാരാജാവ് അദ്ദേഹം കുറെ കർമ്മങ്ങളൊക്കെ ചെയ്തു, അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി. അദ്ദേഹം ഉപാസനയിലേക്ക് കടന്നില്ല, അദ്ദേഹത്തിന് ധ്യാനത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല. അതുകൊണ്ടോ അദ്ദേഹം വഴിക്ക് വെച്ച് തളർന്നു വീണു. ഭാര്യയിലൂടെ അദ്ദേഹത്തിന് തളരാൻ സാധിച്ചു. മനസ്സിലാവുണ്ടോ? എന്നാൽ നമുക്ക് കാണാം, പരീക്ഷിത്ത മഹാരാജാവും അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ഭാഗവതത്തിലൂടെ തിരിഞ്ഞ് ആദ്യം ഒരു ഭഗവാന്റെ ശംഖചക്ര കഥാരൂപത്തെയൊക്കെ ധ്യാനിച്ചുറപ്പിച്ച് ക്രമേണ ഏകാഗ്രത വരുത്തി പിന്നെ അദ്ദേഹത്തിന് ആ പരിപൂർണമായ തത്വത്തിലേക്ക് മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാനുഭൂതി അനുഭവിക്കാൻ സാധിച്ചു. ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അവസാനം പറയുന്ന വാക്കുകൾ ഇതാണ്: ഇപ്പോൾ എൻ്റെ മനസ്സുണ്ടല്ലോ പരിപൂർണമായി ഭഗവത് പദത്തിലേക്ക് ലയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേർക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പലരുണ്ടല്ലോ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ഏകാഗ്രത കിട്ടാത്തതിന് കാരണം അവരേതുറപ്പിച്ചിട്ടില്ല, ഉപാസന ഉറപ്പിച്ചിട്ടില്ല. നോക്കൂ, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മളൊരു ബസ്സിൽ കയറുന്ന ചിന്തിക്കുന്നു. നമ്മൾ ബസ്സിലേക്ക് കയറുമ്പം ആദ്യം നമ്മൾ സ്റ്റെപ്പിലേക്കാണ് കയറുന്നത്, അല്ലേ? സ്റ്റെപ്പിൽ ഉറച്ചാലേ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ സ്റ്റെപ്പിൽ കയറിക്കൊണ്ട് കമ്പി പിടിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ ഇരിക്കുകയാണ് സീറ്റിൽ. അതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. പക്ഷെ ആ സീറ്റിലേക്ക് ഇരിക്കണമെങ്കിൽ ഒരു കമ്പി പിടിച്ചോ നിങ്ങൾ സ്റ്റെപ്പിൽ കയറിയോ എത്തണം. ഇതുപോലെ നമ്മൾ റോട്ടിൽ നിന്ന് സ്റ്റെപ്പിലേക്കും സ്റ്റെപ്പിൽ നിന്ന് സീറ്റിലേക്കും, കർമ്മത്തിൽ നിന്ന് ഉപാസനയിലേക്കും ഉപാസനയിൽ നിന്ന് ധ്യാനത്തിൽ. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്നു, ഗോഡ് എക്സ്പീരിയൻസ്. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് വേണം ഇവിടെ നിന്ന് നമ്മൾ യാത്രയാവാൻ. പക്ഷെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറച്ച് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് രാമായണ കഥയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ കണ്ടത് സീതാ സ്വയംവരമാണ്. അപ്പൊ സീത എന്ന് പറയുന്ന മനസ്സും രാമൻ എന്ന് പറയുന്ന ബുദ്ധിയും സമന്വയിച്ച് അവസാനം രണ്ടും എവിടെ എത്തിച്ചേരണം? ഭഗവാനിലേക്ക് എത്തിച്ചേരണം. ഇതാണ് യാത്ര. അപ്പൊ അങ്ങനെ ശ്രീരാമസ്വാമിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ ശ്രീരാമസ്വാമിയും കൂട്ടരൊക്കെ തിരിച്ചു പോവുകയാണ്. ഈ കല്യാണം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഒന്നുകൂടി മനസ്സിലാക്കൂ. പൊതുവേ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ട് മനസ്സുകളുടെ ചേർച്ചയാണ് കല്യാണം എന്നാണ്. അപ്പോൾ രണ്ട് മനസ്സുകൾ ഒരിക്കലും ജീവിതത്തിൽ ചേരാൻ പറ്റില്ല. ചേർന്നിട്ട് എത്ര നന്നായിരുന്നു സ്വാമി എന്ന് ഒരിക്കലും ചേരില്ല. ഒരാൾ ഇനി ചേർത്താൻ ശ്രമിച്ചാലും മറ്റാൾ ചേരാൻ സമ്മതിക്കില്ല. അതാണ് സത്യം. അപ്പോൾ ആളുകൾക്കൊരു ധാരണ ഇന്ന് കല്യാണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദ്യം വിചാരിക്കും ഇയാളുടെ സ്വഭാവം എൻ്റെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, എക്സ്പെക്റ്റേഷനാണ്. പിന്നെ അടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ഇതൊരിക്കലും അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ തുടങ്ങി യുദ്ധം തുടങ്ങി. അതുകൊണ്ടായിരിക്കും ഈ കല്യാണ സമയത്തുണ്ടല്ലോ പണ്ടുള്ളവര് പറയുന്നത് ഈ ബൊക്കെ കൊടുക്കുന്ന സംസ്കാരം. ഈ കല്യാണ സമയത്ത് ബൊക്കെ കൊടുക്കുന്നത് പറയാണ് ഒരു യുദ്ധത്തിൽ ഇത് കലാശിക്കുള്ളൂ എന്നാണ്. അത് ഓർമ്മിപ്പിക്കാനാണ്. ഗതയുടെ പ്രതീകാണത്രേ എന്ത് ബൊക്കെ. രണ്ടുപേരും അങ്ങനെയാണല്ലോ ഉയർത്തി കാണിക്കുക. ഇനി നമുക്ക് യുദ്ധം എന്തായാലും അനിവാര്യമാണ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തുടങ്ങാന്നുള്ളത്. അന്ന് തുടക്കത്രേ വീട്ടിൽ ചെന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശൈവ കിം അകുർവത സഞ്ജയ. തുടങ്ങിയിട്ടുണ്ട് യുദ്ധം. ഇത് രണ്ടൊരു അവസാനമുള്ളത്. അപ്പോ വിവാഹം എന്നൊക്കെ പറയുന്നത്
ഒരിക്കലും രണ്ട് മനസ്സിന്റെ ചേർച്ചയല്ലത്. പിന്നെ എന്താ വിവാഹം എന്ന് പറയുന്നത്? രണ്ട് മനസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണത്. അപ്പൊ എന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം? അതൊക്കെ മനസ്സിലാക്കി വയ്ക്കും. ഒരു മനസ്സിന്റെ സമർപ്പണവും മറ്റൊരു മനസ്സിന്റെ സ്വീകരണവും, ഇത് ഉണ്ടെങ്കിൽ അവിടെ ജീവിതം സുഖമാണ്. സമർപ്പണവും സ്വീകരണവും. അപ്പൊ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ചില പിടിവാശികൾ സമർപ്പിച്ചുകൊണ്ട് നല്ലതിനെയൊക്കെ സ്വീകരിക്കാൻ സാധിക്കണം. മനുഷ്യ മനസ്സിന് പല ദൗർബല്യങ്ങളിൽ ഒരു ദൗർബല്യം എന്താ വെച്ചാൽ, നല്ലത് കാണുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വരിക ഒരാളെ ചീത്തത്തരം എന്തൊക്കെ ഉണ്ട് എന്നാണ്. നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അത്ര പ്രയാസമാണ് നമുക്ക്. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് എത്ര വലുതാക്കാൻ പറ്റുമോ, അയാൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. എന്നാൽ അയാൾ പല കാര്യങ്ങളും നല്ലത് ചെയ്യില്ല, അതൊന്നും ഇപ്പം അത്ര കാര്യമായിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ. ദാറ്റ്സ് എ കോമൺ ആണ് അല്ലേ. നല്ലത് ചെയ്യുന്നതൊക്കെ കോമൺ ആണ്. ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ പറയുന്ന ആളുകൾ പറയുമ്പോൾ, എന്നോടൊരു ലേഡി വളരെ എൻ്റെ ഹസ്ബൻഡ് ശരിയില്ല സ്വാമി, അയാൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, അയാൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതെല്ലാവരും ചെയ്യണമല്ലേ സ്വാമി എന്ന്. അതിലൊരു വിലയില്ല അവർക്ക്. അപ്പോൾ എന്തോ ചില ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളായിട്ട് ഊതി വീർപ്പിച്ചിരിക്കുന്നത്. അപ്പം നല്ലതിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ വേഗം നമ്മൾ കാണും. ഇവിടെയാണ് നമ്മൾ കുറേയൊക്കെ മാറ്റം വരുത്തേണ്ടത്. ഞാനൊരു ജീവിത സത്യം ഞാൻ ഇന്നിപ്പോൾ അവരോട് അതാ പറഞ്ഞത്. നോക്കൂ, നമുക്ക് പ്രകൃതിയുടെ സത്യം ഉൾക്കൊള്ളാൻ പറ്റണം. അതാണ് ജീവിതം. ഇന്ന് അവരോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഈ കരയിലയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും സ്വീറ്റ് പൊട്ടറ്റോ ആക്കാൻ പറ്റില്ല. കരയില ഈസ് ഓൾവേസ് കരയില, ആണോ? അതാണ് അതിൻ്റെ സത്യമേ. മാറ്റാൻ പറ്റുമോ ഇതിനെ? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഇനി മനസ്സിൽ ഉറപ്പിക്കുക കരയിലയാണെന്ന്. അതിനെ സ്വീറ്റ് പൊട്ടറ്റോ ആക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണത്. ഇനിയിപ്പോൾ ഒന്നും മാറ്റാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കഴിക്കുന്നതാണ്, കയ്പുള്ളതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന വൃത്തിയുള്ളൂ. ആണോ അല്ലയോ? എത്ര സുഖമായിരിക്കും നമ്മൾ ജീവിതത്തിൽ. ഇത് തന്നെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള വഴി. ആണോ അല്ലയോ? ആണോ അല്ലയോ? പ്രകൃതിയെ അതുപോലെ നമ്മൾ മറ്റൊരാളെ മാറ്റാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേയും കൂടി മാനസികമായ അസ്വസ്ഥതകൾ കൂടുകയുള്ളൂ. കാരണം അവർ മാറില്ല. പ്രത്യേകിച്ചുണ്ടല്ലോ, നമ്മൾ ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നതോറും അവർക്കൊരു പിടിവാശിയുണ്ട്. അങ്ങനെയൊന്നും ഞാൻ സ്വയം മാറാതെ വേറൊരാൾ പറഞ്ഞിട്ട് മാറാൻ ഒരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് ഒരിക്കലും മാറില്ല. കാരണം ഒരിക്കലും ഭർത്താവ് വിട്ടു കൊടുക്കില്ല. നീ അങ്ങനെയൊന്നും എന്നെ മാറ്റാൻ ക്ഷമിക്കണ്ട, നീ അങ്ങോട്ട് മാറിയാൽ മതി പറയും. കണ്ടോ? നീ ഭർത്താവ് വിചാരിച്ച ഭാര്യയെ മാറ്റാൻ പറ്റുമോ? ഭാര്യ പറയും, എത്രയോ ആൾക്കാർ വിചാരിച്ചിട്ട് നടന്നില്ല, ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാറാൻ പോകുന്നു. ഉണ്ടാണ്ടിരിക്കും മനുഷ്യന്ന്, സമ്മതിക്കില്ല. അപ്പൊ ഈഗോ ലെവൽ വളരെ കൂടുതലാകുമ്പോൾ ഇന്ന് നോക്കൂ, നിങ്ങൾ എഡ്യൂക്കേഷൻ കൂടുന്നതാണ്. ഞാൻ നിങ്ങൾ ചിരിപ്പിക്കരുത്, ഇറ്റ്സ് എ ഫാക്ട്. ദ മോർ ദ എഡ്യൂക്കേഷൻ ദ ലെസ് ദ അഡ്ജസ്റ്റ്മെന്റ്. ആണോ നിങ്ങൾ കാണുന്നത്? അതല്ലേ ഇപ്പം ഡിവേഴ്സ് ഒക്കെ കൂടി വരുന്നത്. ഓരോ വർഷം കൂടുന്നതോറും അതിന് എമൗണ്ട് കൂടി വരികയാണ്. അത്രയാണ്. അപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. സോ വാട്ട് ഈസ് ദ നേച്ചർ, ദാറ്റ് ഈസ് ദ ലോ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് ആരെ മാത്രം? അപ്പം എൻ്റെ മനസ്സിൽ ഉടനെ വന്നൊരു ഉദാഹരണം ഇതായിരുന്നു. നോക്കൂ, നമ്മൾ ഒരു ഒഴുകുന്ന നദിയായി മാറുക. വലിയൊരു കല്ല് വന്ന നദി ബ്ലോക്ക് ചെയ്യുമ്പോൾ നദിക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കാം, സി ദർ ഇസ് എ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്, വെരി ബിഗ് സ്റ്റോൺ ഹാസ് ബ്ലോക്ക് മൈ ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. അതല്ല, നദിക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്ത്? ദർ മേ ബി എ വേ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ? അതിൻ്റെ സൈഡിലൂടെ ഒഴുകി പോകാൻ പറ്റിയിരിക്കും. ആ ബ്ലോക്ക് അവിടെ കിടക്കട്ടെ. അപ്പം നമ്മൾ അതിനെ തന്നെ മൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, വെൻ വി മോർ ഫോക്കസ് ഓൺ ദ പ്രോബ്ലംസ്, ദാറ്റ് പ്രോബ്ലംസ് വിൽ എഫക്റ്റ് അവർ പീസ് ഓഫ് മൈൻഡ്. അത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ ബാധിക്കും. അപ്പം അതിന് പകരം നമ്മൾ അതിലല്ല അറ്റൻഷൻ കൊടുക്കേണ്ടത്. നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് അറ്റൻഷൻ കൊടുത്താൽ, മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയാറില്ലേ? വെൻ വി ഫോക്കസ് ഓൺ അവർ ഓൺ മൈൻഡ്, ദെൻ വി മേ ഫൈൻഡ് ഔട്ട് എ വേ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു വഴി പുറത്തു കൂടെ ഉണ്ടാവിരിക്കാം. ഉണ്ടാവില്ലയോ? ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പോലെ ഇരിക്കണം നമ്മൾ. മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ സംബന്ധിച്ച് അയാൾ മെൻ്റൽ രോഗികളെ നേരെയാക്കാൻ പോയാൽ മെൻ്റൽ ആവുന്നത് ആർക്കായിരിക്കും? ഡോക്ടർക്കായിരിക്കും. കാരണം ഇവരൊന്നും പെട്ടെന്ന് നേരെയാവാൻ പോകുന്നവരല്ല. ഒരിക്കലും ഒരു മിനിസ്റ്റർ വന്നിട്ട്